അടുത്ത ലക്ഷ്യം ഒളിമ്പിക്സ് മെഡലാണ്. ഇന്ത്യയുടെ ലോകകപ്പ് വിജയത്തിനു ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ വാക്കുകളാണ്. ഇന്ത്യ T20 ക്രിക്കറ്റിന്റെ സുവർണ കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. തുടർച്ചയായി 2 ലോകകപ്പുകൾ, അതും ഒരൊറ്റ മത്സരം മാത്രമാണ് ഈ 2 ലോകകപ്പുകളും കൂടിയെടുത്താൽ ഇന്ത്യ പരാജയപ്പെട്ടിട്ടുള്ളത്. കൂടാതെ ലോകകപ്പിന് മുമ്പ് തന്നെ ഏറ്റവും കിരീട സാധ്യത കൽപ്പിക്കപ്പെടും വിധം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായി ബൈലാറ്ററൽ സീരീസുകളിലും കൃത്യമായ ആധിപത്യം പുലർത്താൻ ഇന്ത്യക്ക് സാധിച്ചിരുന്നു. ഇന്ത്യ 2024 2ാം വിശ്വകിരീടം ചൂടിയ ശേഷം ഇന്ത്യക്ക് മുന്നിൽ 2 ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു ദശാബ്ദക്കാലം ടീമിന്റെ നട്ടെല്ലായിരുന്ന രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും പകരക്കാരെ കണ്ടെത്തുക, T20യിൽ ഇന്ത്യ പിന്തുടർന്നു പോന്ന ലെഗസി തുടരുക എന്നതുമായിരുന്നു. ലോകകപ്പിനു ശേഷം പരിശീലകനായി ചുമതലയേറ്റ ഗംഭീറിനു മുന്നിലെ കടമ തന്നെയായിരുന്നു അത്. തുടർന്ന് ഗംഭീർ നടത്തിയ കൂട്ടിക്കിഴക്കലുകളിൽ T20യിലെ ഭാവി താരങ്ങൾ എന്ന് കരുതപ്പെട്ട പല താരങ്ങളും ടീമിന് പുറത്തായി. സർപ്രൈസായി പല താരങ്ങളും ടീമിൽ വരികയും ചെയ്തു. ഭാവി ഓപ്പണറായി കരുതപ്പെട്ടിരുന്ന ജയ്സ്വാളിനെ ഓവർടേക്ക് ചെയ്ത് അഭിഷേക് ശർമ്മ ടീമിലെ സ്പോട്ട് ഉറപ്പിച്ചതടക്കം ഒട്ടേറെ ട്വിസ്റ്റുകളും ടേണുകളും നിറഞ്ഞതായിരുന്നു ഇന്ത്യയുടെ കഴിഞ്ഞ 2 വർഷങ്ങൾ. ടീമിന്റെ വൈസ് ക്യാപ്റ്റൻ കൂടിയായിരുന്ന ശുഭ്മാൻ ഗില്ലിനെ മോശം ഫോം മൂലം ലോകകപ്പ് ടീമിന്റെ പുറത്തിരുത്തിയതടക്കം പല ശക്തമായ തീരുമാനങ്ങളും ബോർഡ് എടുത്തിരുന്നു. പകരം ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയ സഞ്ജു സാംസൺ ലോകകപ്പിലെ മികച്ച താരമായിക്കൊണ്ട് ആ തീരുമാനം എന്തുകൊണ്ടും ശരിയായിരുന്നു എന്ന് തെളിയിക്കുകയും ചെയ്തു. കൂടാതെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിലെ ടോപ്പ് സ്കോററായ ഈശാനെ 2 വർഷങ്ങൾക്ക് ശേഷം ടീമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതടക്കം മികച്ച തീരുമാനങ്ങളുടെയും കൂടി ഫലമാണ് ഇന്ത്യയുടെ ഷെൽഫിലെത്തിയ 3ാം T20 ലോക കിരീടം. ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ ശക്തി തന്നെയാണ് ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നത്. ഇഷാനും അഭിഷേകും അടങ്ങുന്ന ഇടംകൈയ്യൻ ഓപ്പണിംഗ് നിര എതിർ ടീമിന്റെ ഓഫ് സ്പിൻ കെണിയിൽ വീണ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിലാണ് ഇന്ത്യൻ ബാറ്റിംഗ് നിര ദുർബലമായി കാണപ്പെട്ടത്. എന്നാൽ സഞ്ജു സാംസൺ ഓപ്പണറായി വന്നതോടെ ഇന്ത്യയുടെ ഇടതു വലത് ഓപ്പണിംഗ് നിരയ്ക്ക് മുന്നിൽ ഓഫ് സ്പിൻ കെണി ഒരു വിഷയമല്ലാതായി. ഇഷാൻ 3ാമതും 4ാമതിറങ്ങി മെല്ലപ്പോക്കിന് പഴികേട്ടിരുന്ന തിലക് വർമ്മ ഫിനിഷർ റോളിൽ തിളങ്ങിയതോടെ ഇന്ത്യൻ ബാറ്റിംഗ് നിര ഒന്നുകൂടി ശക്തമാണിപ്പോൾ. എന്നാൽ ഇപ്പോഴും ടീമിൽ ഒരു വെല്ലുവിളിയായി നിലനിൽക്കുന്നത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ഫോമാണ്. ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ USA-ക്കെതിരെയുള്ള മത്സരം ഒഴിച്ചു നിർത്തിയാൽ ഗ്രൂപ്പ് ഘട്ടത്തിലെ മത്സരങ്ങളിലെ കുറഞ്ഞ സ്ട്രൈക്ക് റേറ്റ് വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കൂടാതെ കിവീസിനെതിരെ ഫൈനലിൽ ഗോൾഡൻ ഡക്ക് ആയതും സൂര്യകുമാർ യാദവിനെതിരെയുള്ള വിമർശനങ്ങളുടെ ആക്കം കൂട്ടി. 2028 ലോകകപ്പും ഒളിമ്പിക്സുമാണ് അടുത്ത ലക്ഷ്യമെന്ന് പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ശ്രേയസ് അയ്യരും സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ സെഞ്ചുറിയും 2 ഹാഫ് സെഞ്ചുറിയും അടക്കം മികച്ച ഫോമിലുള്ള സർഫറാസ് അടക്കമുള്ള താരങ്ങൾ പുറത്തിരിക്കുമ്പോൾ ക്യാപ്റ്റന്റെ ടീമിലെ ഭാവി കണ്ടറിയണം. ലോകകപ്പിലെ സ്ഥിരതയാർന്ന പ്രകടനത്തിന് ശേഷം സഞ്ജു സാംസന്റെ പേരും ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നുണ്ട്. ടൂർണമെന്റിലെ താരമായതോടെ ടീമിലെ ഓപ്പണിംഗ് സ്പോട്ട് സഞ്ജു സീൽ ചെയ്തു കഴിഞ്ഞു. കൂടാതെ രാജസ്ഥാൻ റോയൽസിനെ 5 വർഷക്കാലം നയിച്ച പരിചയവും സഞ്ജുവിന് മുൻതൂക്കമാണ്. കൂടാതെ കഴിഞ്ഞ IPL-ൽ പഞ്ചാബിനെ ഫൈനൽ വരെ എത്തിച്ച ശ്രേയസും ക്യാപ്റ്റൻസി മികവിൽ പ്രശംസിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2023 ശേഷം T20യിൽ താരം കളത്തിലിറങ്ങിയിട്ടില്ല. ന്യൂസിലൻഡിനെതിരായ മത്സരത്തിൽ ടീമിലുണ്ടായെങ്കിലും ആദ്യ 11-ൽ ഉണ്ടായിരുന്നില്ല. ഏകദിന ടെസ്റ്റ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. എന്നാൽ നിലവിൽ മികച്ച ഫോമിലുള്ള ഇന്ത്യയുടെ T20 ടോപ്പ് ഓർഡറിലേക്ക് ഗില്ലിന്റെ തിരിച്ചുവരവ് ബുദ്ധിമുട്ടാണ്. പ്രതിഭാസമ്പന്നമായ ഇന്ത്യൻ ടീമിലേക്കുള്ള പുതിയ താരങ്ങളുടെ വരവും ചർച്ചയാവുന്നുണ്ട്. 2025 IPL സീസണിലും ഇക്കഴിഞ്ഞ അണ്ടർ-19 ഏകദിന ലോകകപ്പിലും സെഞ്ചുറികൾ അടിച്ചുകൂട്ടി മികച്ച ഫോമിലുള്ള വൈഭവ് സൂര്യവംശിയെ ടീമിലെടുക്കണമെന്ന വാദം ഇതിനോടകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അണ്ടർ-19 ലോകകപ്പ് ഫൈനലിൽ 85 പന്തിൽ 175 റൺസ് അടിച്ചുകൂട്ടിയ വൈഭവിന്റെ പ്രകടനം ഏറെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. മോഡേൺ T20 ശൈലിയിൽ ആദ്യ പന്ത് മുതൽ ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച വൈഭവിനെ അടുത്ത് തന്നെ ടീമിൽ കാണുമെന്ന് പ്രതീക്ഷിക്കാം. T20യിൽ മികച്ച ഫോമിലുണ്ടായിട്ടും ടീമിലേക്കുള്ള തിരിച്ചുവരവിന് ഇനിയും കാത്തിരിക്കുന്ന താരമാണ് യശസ്വി ജയ്സ്വാൾ. T20യിൽ ലോക 2ാം നമ്പർ താരമായിരുന്നിട്ടും 1 വർഷത്തിലേറെയായി താരം ടീമിലില്ല. ഇടംകൈയ്യൻ ഓപ്പണറായ അഭിഷേക് ശർമ്മ മികച്ച ഫോമിലുള്ളപ്പോൾ ജയ്സ്വാളിന്റെ തിരിച്ചുവരവ് വെല്ലുവിളിയാകും. അടുത്ത IPL സീസണിലെ പ്രകടനം ഇനിയുള്ള T20 സെലക്ഷനിൽ നിർണായകമായേക്കാം. എന്നാൽ ലോകകപ്പ് വിജയിച്ച ടീമിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഗംഭീർ വരുത്താൻ പോകുന്നതെന്ന് കണ്ടറിയണം.